പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സൺ ഡയറക്റ്റിൻ്റെ സർവർ തകരാറിലായിട്ടുണ്ട്. ഇന്നലെ മുതൽ ഇന്നും രണ്ടാം ദിവസമാണ് സൺ ഡയറക്റ്റിൻ്റെ സർവർ കംപ്ലൈൻ്റ് ആയി തുടരുന്നത്. ഈ തകരാറ് മൂലം സെർവറിൻ്റെ കംപ്ലൈൻറ്റ് മൂലം സൺ ഡയറക്റ്റ് DTH റീചാർജ് ചെയ്യാനോ പുതിയ കണക്ഷൻ ആക്ടിവേഷൻ ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പുതിയ കസ്റ്റമേഴ്സിനെയാണ് ഇതുമൂലം സൺ ഡയറക്റ്റിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഫിറ്റ് ചെയ്ത കണക്ഷനൊന്നും ഇതുവരെ ആക്ടിവേഷൻ ചെയ്യാത്ത സ്ഥിതിയാണ്. ഇനി നാളെ ഇപ്പോൾ കേരളത്തിൽ ബലിപെരുന്നാളാണ്. ആളുകളെല്ലാം TV റീചാർജ് ചെയ്യാനും ഒക്കെ TVക്ക് മുമ്പിലൊക്കെ ഇരിക്കുന്ന സമയമാണ്. ഇങ്ങനെ സ്പെഷ്യൽ ദിവസങ്ങളിലും ഫെസ്റ്റിവൽ സമയത്തും എല്ലാം ആളുകൾ DTHും മറ്റ് കേബിൾ TV ഒക്കെ റീചാർജ് ചെയ്യുന്നത് കൂടുതലായി കാണുന്ന ഒരു അവസ്ഥ കാണാറുണ്ട്. ഇപ്പോൾ ഈ സ്പെഷ്യൽ ദിവസങ്ങളിൽ ബലിപെരുന്നാൾ ദിവസത്തിൽ തന്നെ 2 ദിവസം അടുപ്പിച്ച് തന്നെ സൺ ഡയറക്റ്റിൻ്റെ സെർവർ കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അതുപോലെ റീചാർജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിത് റീസെലർ ബസ് സൺ ഡയറക്റ്റിൻ്റെ ഡീലർമാർക്കുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുന്നത്. 2 ദിവസമായിട്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിൽ നമുക്ക് 2ാം ദിവസമായ ഇന്ന് ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് പിൻ കോഡ് അടിക്കുന്ന അക്കൗണ്ട് ഓതൻറ്റിക്കേഷൻ കംപ്ലൈൻറ്റ് എന്നാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ഗൂഗിൾ പേ വഴി GPay വഴി നമുക്ക് റീചാർജ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണിക്കാം. നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് മൊബൈൽ റീചാർജും DTH റീചാർജും എല്ലാം കാണാം. അതിൽ DTH റീചാർജ് എന്നെടുക്കുക, DTH കേബിൾ TV റീചാർജ് എടുക്കുക. അതിൽ നമുക്ക് സൺ ഡയറക്റ്റ് 4ാമത്തെ DTH ആയ സൺ ഡയറക്റ്റ് എന്ന് ഓപ്പൺ ചെയ്യുക. സ്മാർട്ട് കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. 11 അക്കം വരുന്ന സ്മാർട്ട് കാർഡ് നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് താഴെ നിക്ക് നെയിം, നമ്മൾ ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിട്ടുള്ളത് അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ താഴെയായിട്ട് നമുക്ക് എമൗണ്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് ഇതിൽ സെർച്ച് ചെയ്ത് പ്ലാനൊന്നും അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതായത് പ്ലാൻ സെലക്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 248 മലയാളം ചാനൽ ബേസിക് സൺ ഡയറക്റ്റിലെ മലയാളം ബേസിക് പാക്കായ 248 രൂപ സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് റീചാർജ് ചെയ്യുക. അതിന് 250.90 പൈസയാണ് നമുക്ക് റീചാർജ് ആവുന്നത്. എന്നാൽ സൺ ഡയറക്റ്റ് ആപ്പ് വഴി ഡയറക്റ്റ് റീസെലർ ബസ് ഡീലർമാരുടെ ആപ്പ് വഴി റീചാർജ് ചെയ്യുമ്പോൾ മറ്റു സാധാരണ തേർഡ് പാർട്ടി റീചാർജ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് 248 മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുകയുള്ളൂ. എന്നാൽ ഇങ്ങനെ റീചാർജ് ചെയ്യുമ്പോൾ 2 രൂപ അധികം പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് സൺ ഡയറക്റ്റ് DTH റീചാർജ് ചെയ്യാൻ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ റീചാർജ് ചെയ്യുക. ഇനി സൺ ഡയറക്റ്റ് DTHൽ അവൈലബിൾ ആയ മറ്റു മലയാളം പാക്ക് കൂടി, ജോയ് പാക്ക്, മലയാളം ബേസിക്, നേരത്തെ പറഞ്ഞു സിൽവർ, ഗോൾഡ് എന്നീ പാക്കുകൾ കൂടി ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നു. ഇതിലേതെങ്കിലും പാക്ക് ആവശ്യമുണ്ടെങ്കിൽ അതായത് സംഖ്യ കൃത്യമായിട്ട് നിങ്ങൾ ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലുള്ള വാർത്തകൾക്കും ന്യൂസുകൾക്കുമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.